മേരിലാൻഡ് ഇടവക പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലും തികവിലുമാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒന്നിക്കുന്നു. അലങ്കൃതയായിട്ടാണ് മേരിലാൻഡ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഒരുപക്ഷെ ഇത്രയും മനോഹരമായ രീതിയിൽ ഒരിക്കലും പള്ളി അങ്കണവും പരിസരവും നമ്മൾ കണ്ടിട്ടില്ലായിരിക്കാം. 75 വർഷങ്ങൾ ഈശോ നമുക്ക് തന്ന ആ കാര്യത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുവാനായിട്ടുള്ള കുർബാനയിൽ പ്രകാശിതരായിട്ട് നമ്മൾ നിൽക്കുന്നത് തികച്ചും അർത്ഥവത്തായ കാര്യമാണ്. നല്ലൊരു ഇടവകയാണിത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മളെപ്പോഴും യാചിക്കുന്നു. 75 വർഷങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ ഓർമ്മ തന്നെയാണ് ഈ മണിക്കൂറിലും നമ്മളിവിടെ കാത്ത് പരിപാലിക്കുന്നത്. 250-ലധികം കുടുംബങ്ങളുള്ള ഈ ഇടവക എല്ലാ മേഖലകളിലും അതിൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ രൂപതയിൽ നിന്നുള്ള വൈദികരെ കുറിച്ച് ഞാൻ മറ്റ് ദേവാലയങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര സമർത്ഥരായ വൈദികരെ നമ്മളുടെ രൂപതയ്ക്കും മിഷൻ രംഗങ്ങളിലും പ്രദാനം ചെയ്ത ഇടവകകൾ വേറെ ഒന്നും തന്നെ കാണുകയില്ല. വലിയൊരു ഭാഗ്യമാണ്. നല്ല അച്ഛന്മാർ, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർ, ലിറ്റർജി, ദൈവാരാധന, തിരുവചനം എല്ലാം സ്വന്തമാക്കി അതിൽ അഭിമാനം കൊള്ളുകയും അതിൻ്റെ വിശദാംശങ്ങൾ പരിശുദ്ധ കുർബാനയുടെ നടുവിൽ നൽകുകയും ചെയ്യുന്ന അച്ഛന്മാരാണ് ഇവർ എല്ലാവരും. അതുപോലെ തന്നെ സമർപ്പിത സഹോദരിമാരും. അതിൻ്റെ എല്ലാം അടിത്തറ ഇവിടെ നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നത് തന്നെയാണ്. ഇവിടെയുള്ള ഒട്ടനവധി കുടുംബങ്ങളെ എനിക്ക് അറിയാവുന്നതാണ്. പേരും വീട്ടുപേരും ആളുകളെയുമെല്ലാം. നല്ല കർഷകരാണ്, വിദ്യാസമ്പന്നരായ ആളുകളാണ്, ക്രിസ്തീയ മൂല്യം കാത്ത് സംരക്ഷിക്കുന്നവരാണ്. അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ ഔത്സുക്യം പുലർത്തുന്നവരാണ്. ഇതര മതസ്ഥരായിട്ട് നമ്മുടെ ഇടയിലുള്ളവരോടും സ്നേഹം വച്ച് പുലർത്തുന്നവരാണ്. പുരാതന കുടുംബ പൈതൃകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. നമ്മളുടെ ഹോംബാല പോലെയുള്ള പദ്ധതികൾ വന്നപ്പോൾ മനോഹരമായ ഭവനങ്ങളാണ് ഈ ഇടവകയും 4-5 പേർക്ക് സമ്മാനിച്ചത്. അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നല്ല ഒരു ഉണർവ് ഈ ഇടവകയ്ക്ക് ബഹുമാനപ്പെട്ട യാരിച്ചൻ ഷീനച്ചൻ്റെ പ്രാർത്ഥനയും വചനവ്യാഖ്യാനവും കുർബാന അർപ്പണവും എല്ലാം വഴി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു ഓറിയൻറ്റേഷൻ, എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നത് ഇവിടുത്തെ കുട്ടികൾക്കും യൂത്തിനും പ്രായമായവർക്കുമൊക്കെ അച്ഛൻ നൽകി. അങ്ങനെ പിതാവ് നമ്മളോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറയാനുള്ള അവസരമാണ് ഇത്. നമ്മുടെ പള്ളിക്കുദാശ കാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. മംഗളവാർത്തയിലേക്ക് നാളെ പ്രവേശിക്കുകയാണ്. തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള ഒരുക്കമാണത്. പള്ളിക്കുദാശയുടെ 4 ആഴ്ചകളിൽ നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന സഭയെക്കുറിച്ചാണ് കൂടുതലായിട്ടും ചിന്തിച്ചതും പ്രസംഗിച്ചതും എല്ലാം. ആരാധന ക്രമ വത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടമാണ് പള്ളിക്കുദാശ.
അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സമറിയാക്കാരി സ്ത്രീയെക്കുറിച്ചുള്ള തിരുവചനമാണ് നമ്മളുടെ കുർബാനയുടെ വായനയായിട്ട് തന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ കാര്യമാണിത്. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അന്തരാർത്ഥങ്ങളും നമുക്കൊക്കെ പരിചിതമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ തിരുവചനത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 10 തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ആദ്യഭാഗത്ത് അവന് സമറിയ വഴി കടന്ന് പോകേണ്ടിയിരുന്നു. ഒരിക്കലും അവർ ചെയ്യാത്ത കാര്യമാണ്. യഹൂദന്മാർ സമറിയാക്കാരുമായിട്ട് വലിയ വഴക്കാണ്. ഒരിക്കലും ഒരു യഹൂദനും ആ വഴിയെ പോകാറില്ല. പക്ഷേ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നു, അവന് ആ വഴിയെ സമറിയ വഴി കടന്ന് പോകേണ്ടിയിരുന്നു. അതിൻ്റെ ലക്ഷ്യം നമ്മളിപ്പോൾ വായിച്ചു കേട്ടു. എന്തിനു വേണ്ടിയായിരുന്നു ഈശോ അതിൽ പോയത്, അല്ലെങ്കിൽ പോകാനായിട്ട് ദൈവിക പദ്ധതിയിൽ ക്രമീകരണം ചെയ്തത് എന്ന്. ഭൂമിശാസ്ത്രപരമായ ഒരു കടന്നുപോക്കലല്ലാതെ സമറിയായിൽ കൂടെ പോയത് വഴി എളുപ്പമാണ് എന്ന് കണ്ടിട്ടല്ല. വഴി ദുർഘടമാണ്. പക്ഷേ സുവിശേഷം നൽകുവാനും നല്ലൊരു എവാഞ്ചലൈസറെ കണ്ടെത്താനും വേണ്ടിയാണ് ഈശോ അതിൽ പോയത്. സുവിശേഷത്തിലെ ഏറ്റവും നല്ല ഒരു സുവിശേഷ പ്രഘോഷകയായിട്ട് ഈ സമറിയാക്കാരി സ്ത്രീ മാറുകയാണല്ലോ. അതിനുവേണ്ടിയാണ് അവൻ അതിലെ കടന്ന് പോകേണ്ടിയിരുന്നു. ഈ സ്ത്രീയെ കണ്ട് ഈ സുവിശേഷത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. യാക്കോബുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് പൂർവ്വപിതാവ്. സിക്കാർ എന്നാണ് പട്ടണത്തിൻ്റെ പേര്. വലിയ കിണർ. ആ കിണർ പഴയ നിയമത്തിലെ വലിയൊരു പൈതൃകം നമുക്ക് നൽകുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ വിവാഹങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആലോചനകൾ നടന്നതൊക്കെ കിണറ്റിൻ കരകളിലാണ്. റബേക്ക അബ്രാഹത്തിൻ്റെ സേവകനെ കണ്ടെത്തുന്നത് കിണറ്റിൻ കരയിലാണ്. അതുപോലെ തന്നെ യാക്കോബ് റാഹേലിനെ കണ്ടെത്തുന്നത് കിണറ്റിൻ കരയിലാണ്. മോശ സിപ്പോറായെ കണ്ടെത്തുന്നത് കിണറ്റിൻ കരയിലാണ്. ഈശോ സമറിയാക്കാരിയെ കണ്ടെത്തിയതും കിണറ്റിൻ കരയിലാണ്. ഈ സ്ത്രീകളെല്ലാം ദൈവത്തിൻ്റെ ഈശോയുടെ മഹിമ ലോകത്തിൽ കൊടുത്തവരാണ്. റബേക്ക ഇസഹാക്കിൻ്റെ ജീവിതത്തോട് ചേർന്നപ്പോൾ അവർക്ക് ലഭിച്ച ദൈവികമായ ആ ഒരു വലിയ കരുതൽ, അതുപോലെ യാക്കോബും റാഹേലും മോശയും സിപ്പോറായും അവരെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ രഹസ്യം ലോകത്തിന് നൽകിയവരാണ്. ഇവിടെ ദൈവിക മണിക്കൂറിൻ്റെ ഒരു കണ്ടുമുട്ടലാണ്. നല്ല നട്ടുച്ചയ്ക്കാണ്. ആരും വെള്ളം കോരാൻ പോകാത്ത സമയം. ഒരുപക്ഷെ ഈ സ്ത്രീ നമ്മളതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിലെങ്കിലും നോക്കുമ്പോൾ പാപനിയായിരുന്നതുകൊണ്ട് മറ്റാരും ആക്ഷേപിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി, ആരും വരികയില്ലല്ലോ എന്ന് കരുതിയായിരിക്കാം നട്ടുച്ചയ്ക്ക് അവിടെ എത്തിയത്. ആ സംഭാഷണത്തിലും നമ്മൾ കാണുന്നത് അതാണല്ലോ. 5 ഭർത്താക്കന്മാർ, അത് 5 ദൈവങ്ങളാകാം. ബഹുദൈവങ്ങളിൽ ആരാധന നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്കടുത്ത ജീവിതം അൺകൺട്രോൾഡായിട്ട് നയിക്കുന്ന വ്യക്തിയായതുകൊണ്ടാകാം. 5 ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചതുകൊണ്ടാകാം. 5 പേരെയും പറഞ്ഞു വിട്ടു. 6ാമത് ഉള്ളത് നിയമവിരുദ്ധമായിട്ട് കണ്ടതായിരിക്കാം. പക്ഷെ 7ാമത് കണ്ടുമുട്ടിയത് ഈശോ
യഥാർത്ഥ മണവാളനാണ്. അങ്ങനെ കിണറ്റിൻകരയുടെ ആ പൈതൃകം ഈശോ ഇവിടെ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ശിക്കാറിൽ ഈ സ്ത്രീയെ കണ്ടുമുട്ടുമ്പോൾ പൂർത്തീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ഈശോയും സമറിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണം ദീർഘമായ തിരുവചനങ്ങളാണ്. ഈശോ വളരെ മടുത്ത് കിണറ്റിൻകരയിൽ വന്നിരിക്കുകയാണ്. ഫത്തീഗൂസ് എക്സ് ഇത്തിനേരെ എന്ന ലത്തീനിൽ സാധാരണ എല്ലാവരും പറയുന്നതാണ്. ഫത്തീഗൂസ് എക്സ് ഇത്തിനേരെ, യാത്രകൾ കൊണ്ട് ക്ഷീണിച്ചു. നമ്മളും മിക്ക ദിവസങ്ങളിലും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ടയേർഡ് ഓഫ് ജേർണി. അങ്ങനെ ഈശോ യാത്ര കൊണ്ട് മടുത്ത് വിശന്ന് ദാഹിച്ച് ഈ കിണറ്റിൻ കരയിൽ ഇരിക്കുകയാണ്. അവിടെ അത്ഭുതകരമായ കണ്ടുമുട്ടൽ, വിസ്മയം ജനിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈശോ അവിടെ ആ സ്ത്രീയോട് പറഞ്ഞത്. ഗിവ് മീ എ ഡ്രിങ്ക്, എനിക്ക് കുടിക്കാൻ തരിക. സമറിയക്കാരും യഹൂദന്മാരും തമ്മിൽ വർത്തമാനം പറയല, ശത്രുക്കളാണ്. ശിഷ്യന്മാർ പിന്നീട് ഇത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. മുളിയരെ ലുഖ്രിബാത്തൂർ, ഇവൻ പെണ്ണുങ്ങളോട് സംസാരിക്കുകയാണോ എന്നായിരുന്നു ശിഷ്യന്മാരുടെ പ്രതികരണം. മുളിയരെ, സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഈശോ അതൊന്നും കൂട്ടാക്കിയില്ല. ആ സ്ത്രീയുമായിട്ട് അവളും പറഞ്ഞു, ഞാൻ വിജാതീയാണ്, എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ് ഈശോ ദൈവികമായ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവരികയാണ്. ആ പറച്ചിലിൻ്റെ ഗീവ് മീ എ ഡ്രിങ്ക്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് ഉള്ള പറച്ചിലിൽ ഈശോ അർത്ഥമാക്കിയത്, നീ എത്ര നാളായിട്ട് ഇവിടെ വന്ന് വെള്ളം കോരുന്നു, വെള്ളം കുടിക്കുന്നു, വീണ്ടും ദാഹിക്കുന്നു, വീണ്ടും വെള്ളം കോരാൻ വരുന്നു, ഒരു ശമനവും കിട്ടുന്നില്ല, കുടിക്കുന്തോറും ദാഹം വർദ്ധിക്കുകയാണ്. അവിടെ ഈശോ ഒരു കറക്ഷൻ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് എവോക്കേറ്റീവ് ഓഫ് ദ ട്രാപ്പ് ഓഫ് ദ കോൺകൂപ്പിഷൻസ് ഓഫ് ദ ഡിസൈഴ്സ്. ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ കടിഞ്ഞാണിടാൻ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ഏതൊരു ആളിനെക്കുറിച്ചുമുള്ള ഒരു സൂചനയാണത്. അവിടെ ഈശോ അർത്ഥമാക്കുന്നത്, ഏത് വ്യക്തിയും ദൈവത്തെ കൊണ്ട് നിറയ്ക്കേണ്ട ഒരു സ്പേസുണ്ട് നമ്മളിൽ. നമ്മുടെ മനസ്സിൽ ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇരിപ്പിടമുണ്ട്, ഒരു സ്പേസുണ്ട്. അവിടെ നമ്മൾ മറ്റെന്ത് കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ നോക്കിയാലും നമുക്കൊരിക്കലും സമാധാനം കിട്ടുകയില്ല, ശാന്തി കിട്ടുകയില്ല. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെതായ ചിന്തകളും കൊണ്ട് നമ്മളെ നിറയ്ക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഏറ്റവും അവസാനം എഴുതിയ ശാക്രിക ലേഖനം, ദി ലെക്സിത് നോസ് ഹി ലൗഡ് അസ്, രണ്ടാഴ്ചയായുള്ളൂ. അത് തിരുഹൃദയ ഭക്തിയെക്കുറിച്ചാണ്. തിരുഹൃദയ സമർപ്പിതര് ഇവിടെ നമുക്ക് വളരെ പരിചയമുണ്ട്. ആ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറഞ്ഞ് പരിശുദ്ധ പിതാവ് അവിടെ കൊണ്ടുവരുന്ന ചിന്ത, ലോകത്തിന് ഹൃദയം നഷ്ടപ്പെട്ടു. ഹൃദയം നഷ്ടപ്പെട്ട ഈ ലോകത്തിന് ഒരു ഹൃദയം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, 4 സുവിശേഷങ്ങളുടെയും സിന്തസിസാണ് ഈശോയുടെ ഹൃദയം. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഉറവയെക്കുറിച്ചാണ് ഈശോ ഈ സ്ത്രീയോടും പറയുന്നത്. എന്നിൽ നിന്ന് പാനം ചെയ്യുക, ഒരിക്കലും നിനക്ക് പിന്നീട് വെള്ളം കോരാൻ വരേണ്ടതില്ല.
നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. ഒരു വർത്തമാനം പറഞ്ഞ് തർക്കടില്ലാത്ത വിധത്തിൽ തർക്കമുണ്ടായി. നിങ്ങൾ ജെറൂസലേം മലയിലല്ലേ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഗെരിസീം മലയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, മലമുകളിലുള്ള ആരാധനകളെല്ലാം മാറ്റിമറിക്കുകയാണ്. ദൈവം അരൂപിയാണ്. സ്പിരിറ്റൂസ് എസ്റ്റ് ദെയൂസ്. സുവിശേഷത്തിലെ ഏറ്റവും കണ്ടൻസ്ഡായ ദൈവശാസ്ത്ര സമ്പന്നമായ ഒരു തിരുവചനമാണത്. സ്പിരിറ്റൂസ് എസ്റ്റ് ദെയൂസ്. ദൈവം അരൂപിയാണ്. ഈ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സമയം വന്നു. ഇവിടെ ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ദൈവത്തെ സത്യത്തിലും ഈശോയിലും ആത്മാവിലും പരിശുദ്ധ റൂഹായിലും ആരാധിക്കുകയാണ്. അങ്ങനെ സത്യത്തിലും ഈശോയിലും റൂഹായിലുമുള്ള ആരാധന വഴി ദൈവം ആരാണ്, പരിശുദ്ധ ത്രിത്വം എന്താണ് എന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ഈ സ്ത്രീയെ ഈശോ കൊണ്ടുവരികയാണ്. കുർബാന അതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പഠിപ്പിക്കാനില്ല. ഈ വലിയ സത്യമാണ് നമ്മൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോഴും ഏത് അവസരത്തിലും നമ്മളുടെ ആഗ്രഹമെല്ലാം ഒരു കുർബാനയോടുകൂടി അത് നടത്തണം എന്നതാണ്. ഒരു കുർബാനയോടുകൂടി നടത്തണം. ശരിക്കുള്ള ഒരു ദൈവ ആരാധനയോടുകൂടി നമ്മളുടെ കാര്യങ്ങളെല്ലാം, മാമോദീസയാണെങ്കിലും ഒരു കൊച്ചിനെ കെട്ടിച്ചു വിടുന്നതാണെങ്കിലും ഒരു മരണ വാർഷികമാണെങ്കിലും അത് ഒപ്പീസും അന്നീജായും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കുർബാന ചൊല്ലിക്കണം. പരമമായ ആരാധന നമുക്ക് നടത്തണമെന്നുള്ള ആ വലിയ സത്യത്തിലേക്കാണ് നമ്മുടെ ഈ സുവിശേഷ ഭാഗം കൊണ്ടുവരുന്നത്. ഇവരുടെ വർത്തമാനമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ സ്ത്രീക്ക് പിന്നെ ഒന്നും ആവശ്യമായിട്ട് വേണ്ടി വന്നില്ല. ശ്രീഹന്മാരെ വിളിച്ചപ്പോൾ ഇന്ന് ആൻഡ്രൂസിൻ്റെ ഓർമ്മ ദിനമാണ്. കർത്താവ് ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന ആ തിരുനാൾ ദിവസം കൂടിയാണ്. അവര് എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചതുപോലെ ഈ സ്ത്രീയെ ആ കിണറ്റിൻ കരയിൽ ആ കുടം ഉപേക്ഷിച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടുകയാണ്. പരിശുദ്ധ അമ്മ ഇളയമ്മയെ കാണാനായിട്ട് തിടുക്കത്തിൽ പോയതുപോലെ പരിശുദ്ധ പിതാക്കന്മാർ പറയാറുണ്ടല്ലോ, ഏറ്റവും നല്ല മിഷണറി പരിശുദ്ധ അമ്മയാണ്. ഉദരത്തിൽ ഈശോയം കൊണ്ട് തിടുക്കത്തിൽ അതിൻ്റെ ഒരു സാക്ഷീകരണത്തിനായിട്ട് ഇളയമ്മയുടെ പക്കലേക്ക് പോകുന്ന മറിയമാണ് എവാഞ്ചലൈസേഷൻ്റെ സുവിശേഷവൽക്കരണത്തിൻ്റെ കാതല്. ഇവിടെ ഈ സ്ത്രീയെ സമറിയാക്കാരി കുടവും വെള്ളം കോരണമെന്നുള്ള കാര്യം പോലും മറന്ന് കളഞ്ഞിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ്. അങ്ങനെ വൈദികര് സമർപ്പിതര് ഈ ലോകം മുഴുവൻ ഓടുകയാണ്. എത്ര നല്ല മിഷണറിമാരാണ് ഇവിടെയുള്ളത്. എൻ്റെ മാവൻ തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാം ഈ ലോകത്തിൽ കൂടെ ഈശോയം കൊണ്ട് ഓടുന്നവരാണ്. ഈശോയെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോകം മുഴുവനും സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയും സഞ്ചരിക്കാനിരിക്കുന്നത്. അങ്ങനെയുള്ള വലിയൊരു മിഷണറിയെ നമുക്ക് തരുന്ന ഭാഗമാണ് ഈ തിരുവചന ഭാഗം. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു, ഈശോ ഈ സ്ത്രീയെ നല്ലതുപോലെ ഒന്ന് കുലുക്കി മറിച്ചു, ശൗലിനെ ഇളക്കി മറിച്ചതുപോലെ. ശൗല് അന്ന് കണ്ട ലോകം മുഴുവൻ പൗലോസ് ഈശോയുടെ തിരുവചനവുമായിട്ട് പോയല്ലോ. അങ്ങനെയുള്ള വലിയ ഒരു വ്യക്തിയായിട്ടാണ് ഈ സമറിയാക്കാരി സ്ത്രീ മാറുന്നത്. പട്ടണത്തിലേക്ക് പോയി അവൾ കണ്ട ആ രക്ഷകൻ്റെ ദൈവികമായിട്ടുള്ള മാനങ്ങൾ പറയാൻ വേണ്ടി അവൾ ഓടുന്ന ആ ഓട്ടം
അതാണ് മിഷണറി ജേർണി. എല്ലാം വിട്ടുകളഞ്ഞ്, കയ്യിലുണ്ടായിരുന്ന വെള്ളം കോരുന്ന കുടം പോലും വിട്ടുകളഞ്ഞ് ഓടുകയാണ്. അവിടെ ഈശോ നമുക്ക്, വൈദികരായി നമുക്ക്, ഞാൻ കരുതുന്ന ഒരു അജപാലന, ഒരു പാസ്റ്ററൽ ടെക്നോളജി നൽകുന്നുണ്ട്. നമ്മളാരെങ്കിലും ആണെങ്കിൽ 5 ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരു പെണ്ണ് നമ്മളെ ആരെങ്കിലും കാണാൻ വന്നാൽ എന്തൊക്കെയായിരിക്കും ഒരു അച്ഛൻ പറഞ്ഞു കൂട്ടുന്നത്? നീ ഇവിടെയാണോ വരുന്നത്? ഇപ്പോഴാണോ വരുന്നത്? ആരെ കാണാൻ വരുന്നതാണ്? നമ്മൾ വായിൽ തോന്നുന്ന വർത്തമാനം എല്ലാം പറയും. ഈശോ അതൊന്നും ചെയ്യില്ല. ഈശോ അവളോട് വെള്ളം ചോദിച്ചു. ഈശോ അവളെ വിമർശിച്ചില്ല, അവളെ വിധിച്ചില്ല, അവളെ തള്ളിക്കളഞ്ഞില്ല. അവളെ സ്വന്തം സഹോദരിയെ പോലെ കരുതി. അതാണ് ആ സ്ത്രീയിൽ വരുന്ന മാനസാന്തരം. മറ്റ് ഒരു അജപാലകനും ഒരുപക്ഷെ കാണാത്ത വിധത്തിലുള്ള പാസ്റ്ററലായിട്ടുള്ള അപ്രോച്ച് ഈശോ നമുക്ക് നൽകുകയാണ്. നമ്മളെങ്ങനെയാണ് ഒരു വിഷമത്തിൽ, ആ സ്ത്രീ 5 ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച സ്ത്രീയാണെങ്കിൽ ഷി വാസ് ഇൻ ഹെർ ഡെഡ് എൻഡ്, അതിനേക്കാൾ പ്രയാസം പിടിച്ച ഒരു ജീവിതം പിന്നെ ഒന്നുമില്ല. എന്തുമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എന്തുമാത്രം ലൗകികമായിട്ടുള്ള ചിന്തകൾ വേട്ടയാടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം മാത്രമാണെങ്കിൽ പോലും ആ ഡെഡ് എൻഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഏറ്റവും നല്ല മിഷണറിയായിട്ട് ഈശോ കൺവേർട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ സമറിയാക്കാരി സ്ത്രീ. നമുക്ക് ഓരോരുത്തർക്കും അത് മാതൃകയാണ്. പ്രത്യേകിച്ച് നമുക്ക് വൈദികർക്കും സമർപ്പിതരായ സഹോദരിമാർക്കും എല്ലാം. അങ്ങനെ നമ്മൾ ഈശോ കാണിച്ച ആ നല്ല ഒരു കരുതൽ ഏതവസരത്തിലും നഷ്ടപ്പെടാവുന്ന ആ സ്ത്രീയോട് കർത്താവ് കാണിച്ച ആ കരുതലാണ് സുവിശേഷത്തിൻ്റെ മർമ്മമായിട്ട് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മളിവിടെ ജൂബിലിക്ക് ആയിരിക്കുമ്പോഴും ഈ മർമ്മമാണ്, ഈ മിഷണറി ചൈതന്യമാണ് നമുക്ക് വേണ്ടത്. മിഷണറി സ്വഭാവം ഇല്ലാത്ത സഭ മരണപ്പെട്ട സഭയാണ്, ജീവനില്ലാത്ത സഭയാണ്, സ്കെലിറ്റനാണ്. അത് സഭയുടെ കോലങ്ങൾ മാത്രമാണ്. ജീവനെല്ലാം പോയി. സഭയുടെ ജീവൻ അതിൻ്റെ മിഷണറി സ്വഭാവമാണ്. എല്ലാം നമ്മൾ വിട്ടുകളഞ്ഞ് ഈശോയും കൊണ്ട് എവിടെ പോയാലും നമ്മൾ പോകുന്ന ആ യാത്ര, നമ്മളർപ്പിക്കുന്ന ആ ബലി, അവിടെയാണ് സഭയുടെ ജീവൻ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ 75 വർഷങ്ങൾ പരിശുദ്ധ കുർബാനയെ അർപ്പിച്ച് വലിയൊരു കേന്ദ്രമായിട്ട് ഈ ഇടവക വളരുമ്പോൾ കർത്താവ് ഇന്നത്തെ കുർബാനയിൽ നിശ്ചയിച്ചു വെച്ച ഈ തിരുവചന ഭാഗങ്ങൾ നമുക്ക് വലിയൊരു ഉണർത്ത് പാട്ടായിട്ട്, നമുക്കൊരു പ്രചോദനം നൽകുന്ന തിരുവചന ഭാഗമായിട്ട് ഇത് നിൽക്കണം. സന്ധ്യയിൽ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാ വീട്ടിലും യോഹന്നാന്റെ സുവിശേഷം ഈ 4-ാം അധ്യായം സമറിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള ഈശോയുടെ സംഭാഷണം വായിക്കണം. നിങ്ങളുടെ മക്കളെ കൊണ്ട് ഉച്ചത്തിലത് വായിപ്പിക്കണം. എല്ലാവരും അത് കേൾക്കണം. നമ്മുടെ പള്ളിയിൽ വന്ന കാര്യവും തിരുവചന വ്യാഖ്യാനത്തിനിടയിൽ കേട്ട കാര്യങ്ങളുമെല്ലാം ഓർത്തു വെച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഈ തിരുവചന ഭാഗം ഒന്നുകൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഈ ജൂബിലിയുടെ ഏറ്റവും ആധ്യാത്മികമായിട്ടുള്ള ഒരു മാനം അതുതന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ഇന്ന് നമ്മളെ എല്ലാവരെയും ഇവിടെ എത്തിച്ച സ്നേഹനിധിയായ പിയാരിസിനെ വലിയ ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ്റെ വലിയൊരു കരുതൽ നമ്മുടെ എല്ലാവരുടെയും മേലുണ്ട്. അച്ഛൻ എപ്പോഴും നമ്മുടെ എല്ലാവരെയും, ഏത് കൊച്ചു കുഞ്ഞിനെയാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരെയാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ കണ്ട് കേട്ട് ശ്രവിച്ച് അവരെ വളർത്തുന്ന ആ ഒരു ശൈലിയാണ് അച്ഛൻ്റേത്. അച്ഛൻ്റെ ആ ഒരു സ്ട്രെങ്തനിങ് നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് നമ്മുടെ ഇടവകയിലെ എല്ലാ അച്ഛന്മാരോടും കൂടെ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അച്ഛൻ്റെ ആ പാസ്റ്ററൽ കൺസേണിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും
സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.